സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പാലക്കാട് ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ന് നടക്കുന്ന ജില്ലാതല യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് ജില്ലാതല യോഗത്തിൽ 500 പ്രതിനിധികളുമായി മുഖ്യമന്ത്രി സംവദിക്കും. സച്ചിൻ ചേരുന്നു. സച്ചിൻ, എപ്പോഴാണ് മുഖ്യമന്ത്രി അവിടുത്തെ പൗരപ്രമുഖരുമായുള്ള കൂടിക്കാഴ്ച, പിന്നീട് പൊതുയോഗം, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇന്ന് പാലക്കാട് ജില്ലയിലാണ് LDF സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾ നടക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി മുഖ്യമന്ത്രി ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാതല യോഗം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ജില്ലയിലെ ഏതാണ്ട് 500ഓളം പ്രതിനിധികളുമായി അദ്ദേഹം സംവദിക്കും. ജില്ലയുടെ വികസന പ്രശ്നങ്ങൾ, സംസ്ഥാനത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട ജനങ്ങളുടെ കാഴ്ചപ്പാടുകൾ, അങ്ങനെ തുടങ്ങിയുള്ള എല്ലാ സമഗ്രമായ വിഷയങ്ങളെയും പ്രതിപാദിക്കുന്ന തരത്തിലായിരിക്കും ആ യോഗം ചേരുക. ഇതുവരെ വിവിധ ജില്ലകളിൽ യോഗം ചേർന്നു, ജനങ്ങളുമായുള്ള സംവാദ പരിപാടികൾ നടന്നു. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷിക ആഘോഷങ്ങൾ എല്ലാ ജില്ലയിലും സംഘടിപ്പിക്കുകയാണ്. ആ ജില്ലയിലെത്തുന്ന മുഖ്യമന്ത്രി അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള സംവാദത്തിൽ പങ്കെടുക്കും. സച്ചിൻ ചേരുന്നു. സച്ചിൻ, പാലക്കാട്ടെ വാർഷികാഘോഷങ്ങളുടെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? മുഖ്യമന്ത്രി അവിടെ എത്തിയോ? ഷമി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടിയാണ് പാലക്കാട് കോസ്മോപൊളിറ്റൻ ക്ലബ്ബിൽ വെച്ചാണ് മുഖ്യമന്ത്രി സമൂഹത്തിലെ വിവിധ ആളുകളുമായുള്ള കൂടിക്കാഴ്ച നടത്തുക. രാവിലെ 10:30 പരിപാടി തുടങ്ങുമെന്നാണ് ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടുള്ളത്. മുഖ്യമന്ത്രി ഇന്നലെ തന്നെ പാലക്കാട് ജില്ലയിലെ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പാലക്കാട് ജില്ലയിലെത്തിയിരുന്നു. വലിയ രീതിയിലുള്ള ഒരു ആഘോഷ പരിപാടികളാണ് പാലക്കാട് ജില്ലയിലും ഒരുക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് സമൂഹത്തിലെ നിരവധി ആളുകൾ ഈ പാലക്കാട് ജില്ലയിൽ തന്നെ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഒന്നാകെ ഈ കഴിഞ്ഞ 4 വർഷക്കാലം, അതായത് പിണറായി വിജയൻ സർക്കാരിൻ്റെ 10ാം വർഷത്തിലേക്ക് പോവുകയാണ്. ഈ വർഷക്കാലം പാലക്കാട് ജില്ലയിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളടക്കമുള്ള വലിയൊരു മുന്നേറ്റം പാലക്കാട് ജില്ലയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി നിരവധി പദ്ധതികൾ പാലക്കാട് ജില്ലയിൽ LDF സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ പാലക്കാട് ജില്ലയിലെ ഇടതുപക്ഷത്തെ സ്നേഹിക്കുന്ന, അതുപോലെ തന്നെ സാധാരണക്കാരായ മുഴുവൻ ആളുകളും ഏറ്റെടുത്തു എന്നത് തന്നെയാണ് ഇന്നലെ കാണാൻ വേണ്ടി സാധിച്ചത്. ഇന്നലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേളയടക്കം പാലക്കാട് നടന്നിരുന്നു. അതിലടക്കം വലിയ രീതിയിലുള്ളൊരു ജനപങ്കാളിത്തം ഉണ്ടായിരുന്നു. നിരവധി ആളുകൾ, അതായത് മന്ത്രി MB രാജേഷിൻ്റെ അധ്യക്ഷതയിൽ കൃഷ്ണൻകുട്ടിയായിരുന്നു ഇന്നലെ എൻ്റെ കേരളം പ്രദർശന വിപണന മേള ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിലടക്കം നിരവധി ആളുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇന്നും LDFിൻ്റെ നേതൃത്വത്തിൽ വൈകിട്ട് 5 മണിക്ക് കോട്ട മൈതാനത്ത് വലിയ റാലി, ബഹുജന റാലി നടക്കുന്നുണ്ട്. 1,00,000 പേരാണ് പാലക്കാട് ജില്ലയിൽ ഈ റാലിയിൽ അണിനിരക്കുക. നിരവധി ജില്ലയിൽ നിന്നുള്ള നിരവധി ആളുകൾ ഈ റാലിയിൽ പങ്കെടുക്കുമെന്ന് CPMൻ്റെയും അതുപോലെ തന്നെ LDFിൻ്റെ നേതാക്കളൊക്കെ അറിയിച്ചിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഒരുക്കങ്ങൾ തന്നെയാണ് പാലക്കാട് ജില്ലയിൽ സർക്കാരിൻ്റെ വാർഷികത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്നത്. മന്ത്രിമാർ MB രാജേഷ്, അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി, മന്ത്രി GR അനിൽ അടക്കമുള്ള ആളുകൾ ഇന്ന് നടക്കുന്ന സംഗമത്തിൽ അടക്കം പങ്കെടുക്കുന്നുണ്ട്. മന്ത്രി GR അനിൽ പാലക്കാട് ജില്ലയിലെ യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള ഒരു കർഷകരുള്ള ഒരു ജില്ല. അതെ, അതുകൊണ്ടാണ് ആ കർഷകരുടെ കാര്യങ്ങൾ കൂടെ കേൾക്കുന്ന വേദി, മുഖ്യമന്ത്രി കേൾക്കുന്ന വേദി ആയതുകൊണ്ടാണ് നെല്ല് സംഭരണത്തിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്ന നിലയിൽ ഞാനും കൂടെ പങ്കെടുക്കുന്നത്. ഓരോ വർഷവും ഇത്തരത്തിലുള്ള ചർച്ചകളിലും നിർദ്ദേശങ്ങളിലുമാണ് അതിനനുസരിച്ചുള്ള പരിഹാര മാർഗങ്ങളിലേക്ക് ഗവൺമെൻറ് പോകുന്നത്. നമുക്ക് കാണാൻ കഴിയുന്നൊരു വിഷയം, രാജ്യത്ത് നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട ഒരു രീതി കേന്ദ്ര ഗവൺമെൻറ്റുണ്ട്. അത് ആ ശൈലിയല്ല കേരളം സ്വീകരിച്ചിട്ടുള്ളത്. കേരളം കർഷകർക്ക് സൗഹൃദപരമായിട്ടുള്ള ആ നിലയിലുള്ള നെല്ല് സംഭരണ പ്രക്രിയയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് കർഷകരുടെ ഉൽപ്പാദന കേന്ദ്രത്തിൽ പോയി നെല്ല് സംഭരിക്കുന്നത്. ഇതുവരെ 4 വർഷവും കർഷകരുടെ ഉൽപ്പന്നം പൂർണ്ണമായി സംഭരിക്കാൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ട്. പണം കൊടുക്കുന്ന കാര്യത്തിലും കഴിഞ്ഞ സീസൺ വരെയുള്ള പണം പൂർണ്ണമായും കൊടുത്തിട്ടുണ്ട്. ഈ വർഷത്തെ നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ചെറിയ ചില വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ ആവശ്യ നിർദ്ദേശം കൊടുത്തു. ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് ആ നെല്ല് സംഭരണം ഊർജിതമായിട്ടുണ്ട്.
നെല്ല് കേന്ദ്രത്തിൻ്റെ ഫണ്ട് കിട്ടാത്തൊരു പ്രശ്നം. അത് 1300 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെൻറ് കർഷകർക്ക് PRS കൊടുത്ത തുക ഇനത്തിൽ നൽകാനുണ്ട്. എന്നുമാത്രമല്ല, നമുക്കിപ്പോൾ നെല്ല് സംഭരണത്തിന് കുറച്ച് കാലതാമസം വന്നത് ചെറിയ വാഹനങ്ങൾ പോയി സംഭരിക്കേണ്ട കേന്ദ്രങ്ങളാണ് ഇപ്പോഴുള്ളത്. ആ കേന്ദ്രങ്ങൾ ചെറിയ വാഹനങ്ങൾ ലഭ്യതക്കുറവ് നമ്മളെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് മെനഞ്ഞാന്നും ഇന്നലെ അവധിയായതുകൊണ്ട് ചുമട്ടുതൊഴിലാളികളുടെ കുറവുണ്ടായി. ഇന്നും നാളെയും ഈ വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായും നെല്ല് സംഭരിക്കാനുള്ള നടപടി സ്വീകരിക്കും. 3 കേന്ദ്രങ്ങളിലാണ് ഇനി കൊയ്ത്ത് നടക്കാനുള്ളൂ. ബാക്കി സ്ഥലങ്ങളിലെ കൊയ്ത നെല്ല് മുഴുവൻ സംഭരിച്ചിട്ടുണ്ട്. തീർച്ചയായും അത്തരത്തിൽ കൃത്യമായ അടിസ്ഥാന വർഗ വിഭാഗത്തിൽ കർഷകരുടെ അടക്കം പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയാണ് പാലക്കാട് ഇന്ന് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേരുന്നത്. അതിനാൽ തന്നെ കൃത്യമായി എല്ലാ വിഭാഗം സാധാരണക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും അടക്കം പരിഗണിച്ചുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംവദിക്കാൻ വേണ്ടിയാണ് നിരവധി ആളുകൾ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 500-ലധികം പ്രതിനിധികൾ ഇന്ന് സംവാദത്തിൽ പങ്കെടുക്കുക. അത്തരത്തിൽ കൃത്യമായ ഒരു കാര്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് LDF സർക്കാർ മുന്നോട്ട് പോകുന്നത്. അതുതന്നെയാണ് ഇപ്പോൾ LDFിൻ്റെ 4ാം വാർഷിക ആഘോഷവേളയിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഷമ്മി, സച്ചിനാണ് വിശദാംശങ്ങൾ നൽകിയത്.